കുട്ടികൾക്കും വലിയ ആളുകൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും കുറച്ച് ഫാബ്രിക് കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ നല്ല നല്ല ഡിസൈൻസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ അക്രിലിക് കളേഴ്സാണ്, ഫാബ്രിക് കളേഴ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇതുപോലെ ബോട്ടിൽസ് എടുക്കാം. ഇത് ചെയ്യുന്ന ടൈമിൽ നമ്മളൊരു അതിൻ്റെ ഒരു ന്യൂസ് പേപ്പർ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കളേഴ്സൊക്കെ ആയാലും ന്യൂസ് പേപ്പറിലാണ് ആവത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിലെടുക്കുക. നമുക്ക് സോസൊക്കെ സോസിൻ്റെ കുപ്പി എടുക്കാം, പിന്നെ ഗുലാബ് ജാം ആ ഒരു ഐറ്റംസ് അതുപോലെയൊക്കെ വരുന്ന കുപ്പികളൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് ഫസ്റ്റ് കോട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ വൈറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു ബ്രഷ് വെച്ച് കുറച്ച് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബ്രഷ് എടുക്കുക, നമ്മുടെ വീട്ടിലുള്ള. അതിനുശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തുനിന്നും ആക്കി കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് കോട്ട് നമുക്ക് ബ്രഷ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ആക്കി കൊടുത്തതിന് ശേഷം ഇതൊരു ഓവർനൈറ്റ് ഉണങ്ങാനായിട്ട് വയ്ക്കണം. അല്ലെങ്കിൽ സെക്കൻഡ് കോട്ട് നമ്മളിപ്പോൾ തന്നെ ഉണങ്ങാതെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ച് ആകെ വൃത്തികേടായിട്ട് മാറും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കോട്ട് ഞാനിവിടെ നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെച്ചിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. സെക്കൻഡ് കോട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലൊരു സ്പോഞ്ചും കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ വലിയ സ്പോഞ്ചിൻ്റെ പീസിൽ നിന്നും ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വൈറ്റ് തന്നെ ഇതുപോലെ ഒരു ബൗളിലേക്ക് വൈറ്റ് പെയിൻറ്റ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ വൈറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഈവനായിട്ട് എല്ലാ സ്ഥലത്തും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് കൊടുക്കുന്നത് ബ്രഷിൻ്റെ പാടൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ സ്പോഞ്ച് വെച്ചിട്ട് എല്ലാ ഭാഗത്ത് കൊടുത്തതിന് ശേഷവും നമ്മളത് ഉണങ്ങാനായിട്ട് ഓവർനൈറ്റ് തന്നെ വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഉണങ്ങാതെ കളേഴ്സ് കൊടുക്കുന്ന ടൈമിൽ കളേഴ്സും എല്ലാം കൂടെ മിക്സായിട്ട് നീറ്റ്നെസ് എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കോട്ടും ഇവിടെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്ലൗസ് ഒന്നും ഇടണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ കളേഴ്സ് എല്ലാം അപ്പം തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന് കുറച്ച് കളർ മിക്സ് ചെയ്ത് നമ്മളൊരു പിങ്ക് കളർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളർ ഒഴിച്ച് അതിലേക്ക് കുറച്ച് വൈറ്റ് ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ നല്ലൊരു പിങ്ക് കളർ കിട്ടും. അപ്പോൾ നമ്മളത് ഇതുപോലെ സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ അണീവനായിട്ട് അവിടെ ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒരു സ്പോട്ട് ഇട്ട് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് കുറച്ച് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ലൈറ്റ് പിങ്ക് കിട്ടും. അതും നമ്മളിതുപോലെ ഓരോ ഡോട്ട്സ് അവിടെ ഇവിടേക്ക് ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ റെഡ്, വൈറ്റ്, യെല്ലോ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി കളേഴ്സ് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാ കളേഴ്സും വെറുതെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ അണീവനായിട്ട് അവിടെ ഇവിടേക്കാണ് ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് യെല്ലോ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ യെല്ലോ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പീച്ച് കളർ കിട്ടും. അപ്പോൾ പീച്ച് കളർ നമ്മൾ സ്പോഞ്ചിൻ്റെ ഒന്നും ആവാത്തൊരു സൈഡ് വെച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഹാഫ് ഡിസൈൻ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ ഐഡിയ പോലെ നമുക്ക് ഡിസൈൻസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കായാലും ചെയ്യാൻ കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ പെയിൻ്റൊന്നും എവിടെയും ആവാണ്ടിരിക്കും. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ഓവർനൈറ്റ് ഉണങ്ങാനായിട്ട് വയ്ക്കുക. അല്ലെങ്കിൽ പെയിൻ്റ് എല്ലാം നമ്മൾ പിന്നീട് എടുക്കുന്ന ടൈമിൽ ആകെ സ്പ്രെഡായി പോവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ത്രെഡ്സ് ചുറ്റി കൊടുക്കാം. അതായത് ജൂട്ടിൻ്റെ ത്രെഡ് നമുക്ക് എല്ലാ ഇതുപോലെ ഇതിൻ്റെ ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഫ്ലവേഴ്സ്, നമ്മൾ ഉണ്ടാക്കുന്ന ഫ്ലവേഴ്സ് ഇട്ട് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം മണി പ്ലാന്റ്സ് ഒക്കെ ഇടാം. എന്നിട്ടാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ജൂട്ടിൻ്റെ ത്രെഡ് ഞാനിവിടെ ഒരു പിങ്ക് കളറാണ് വെച്ച് കൊടുക്കുന്നത്. അവിടെ കുറച്ച് ഗ്ലൂ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഈ ത്രെഡ് അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക.
എന്നിട്ടിത് അടുപ്പിച്ച് ഗ്യാപ്പ് വരാത്ത വിധം നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും വലിയ ആളുകൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. കുട്ടികൾക്കൊക്കെ ഇതുപോലൊരു ഡിസൈൻസൊക്കെ വരയ്ക്കാമെന്ന് വെച്ചാൽ അവർക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ചുറ്റിയെടുത്തതിന് ശേഷം ഇതും ഉണങ്ങാനായിട്ട് നമ്മളൊന്ന് വയ്ക്കണം, അല്ലെങ്കിൽ ഈ പശയൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങി വരണം. അപ്പോൾ ഇതിൻ്റെ എൻഡിലായിട്ടും നമ്മൾ കുറച്ച് പശ തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ജൂട്ടിൻ്റെ ത്രെഡൊക്കെ ഒന്ന് വിട്ടുപോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും കുട്ടികൾക്കും എല്ലാം വളരെ സന്തോഷം കൊടുക്കുന്ന ഒരു ക്രാഫ്റ്റാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ നമുക്കിത് വച്ചതിന് ശേഷം ഇതുപോലെ ഇതിൽ മണി പ്ലാന്റൊക്കെ വച്ചിട്ട് നമുക്കിത് കിച്ചണിൽ വയ്ക്കാം, പിന്നെ നമ്മുടെ വാഷിംഗ് ഏരിയയിൽ വയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള എവിടെയാണോ അവിടെ എല്ലാം വച്ചാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒഴിഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ഒരു ബോട്ടിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നെക്സ്റ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.